അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. മാ ശാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീരത്തി യദ്രികനി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാഹു അഖ്റജകും മിൻ ബുത്തൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ലഅല്ലക്കും തശ്കുറൂൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. സദഖ വബല്ലഗ റസൂലുഹുൻ നബിയുൽ കരീം. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തസമ്മാ ഫുലാനദ്ദീനി من هو عكس ما تسمى به حاوي الصفات الدنية ونور ظلام والكمال نقيصة ومحي مميت ثم عكس البقية سوى السيد الحبر النوابي وشبهه إمام الهدى محيي لدين وسنتي وناس لهم أسماء في الشرع ترتضى ولكن صفات القوم غير رضيتي. يعلم أمة سيدنا محمد. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തിൻ്റെ ഹുർമത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഓരോരുത്തരുടെയും നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫ് ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ ഭാര്യ മക്കൾ, കുടുംബങ്ങൾ, സ്നേഹിതന്മാരുടെയും നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെ ശരീക്കന്മാർ, നമ്മുടെ ശിഷ്യന്മാർ, നമ്മുടെ സ്ഥാപനയായ ദാറുൽ ഇർശാദുമായി ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളുടെയും സർവ്വത്തര ദോഷങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫ് ചെയ്യുമാറാകട്ടെ. എന്തെല്ലാം ചെറുതും വലുതുമായ ദോഷങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ടോ അതെല്ലാം ഈ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് എല്ലാവർക്കും അല്ലാഹു വിട്ടുപുറത്ത് മാഫ് ചെയ്യുമാറാകട്ടെ. ഈ പരിശുദ്ധമായ മാസത്തിൻ്റെ അകത്ത് എത്രയോ അവൻ്റെ അടിമകളെ അവൻ്റെ ഫള് കൊണ്ട് അവൻ നരകശിക്ഷയിൽ നിന്നിട്ട് അല്ലാഹു ഒഴിവാക്കുന്നു. ആ കൂട്ടത്തിൽ നമ്മളെയും നമ്മളീ പറയപ്പെട്ട എല്ലാവരുടെയും അല്ലാഹു സുബ്ഹാനഹു വതആല ആ നരകശിക്ഷയിൽ നിന്നിട്ട് അല്ലാഹു ഒഴിവാക്കി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ബഹുമാനികളെ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തിൻ്റെ അകത്ത് പറഞ്ഞു വെച്ച ബാക്കിയുള്ള ചില വിഷയങ്ങളാണ്. അതായത് നമ്മൾ ആദ്യം തന്നെ കേട്ട വിഷയമാണ് ഈ ലോകത്തിൻ്റെ അകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ പടക്കുന്നത് അബദിയത്തിന് വേണ്ടിയിട്ട്, കാലാകാലത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മനുഷ്യൻ യാത്രയിലാണ്. നമ്മളെ പടച്ച മുതൽക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഈ ലോകത്തിൻ്റെ അകത്ത് നമ്മളെ സഞ്ചരിപ്പിക്കുന്നു, നടത്തുന്നു. അപ്പോൾ ഈ യാത്ര ആലമുൽ അർവാഹിൽ നിന്ന് വെച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇതിവിടെ അവസാനിക്കുന്നത് ഈ എല്ലാ ജനങ്ങളുടെയും യാത്ര രണ്ട് സ്ഥലത്തിലാണ്. അതായത് മുഅ്മിനീങ്ങളായിരിക്കുന്ന കൂട്ടരുടെ യാത്ര അവസാനിക്കുന്നത് അത് സ്വർഗത്തിലാണ്.
മുഅ്മിനീങ്ങളല്ലാത്തതായിരിക്കുന്ന ആൾക്കാരുടെ യാത്ര അവസാനിക്കുന്നത് അത് നരകത്തിലാണ്. അപ്പോൾ നമ്മുടെ അറ്റം അതാണ്, അതിൻ്റെ അപ്പുറം പിന്നെ ഇല്ല. അത് കാലാകാല അബ്ദുല്ലാബിദീൻ എന്നെന്നാടുമുള്ളതായിരിക്കുന്ന ഒരു ശാശ്വതമായതായിരിക്കുന്ന ജീവിതമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇത്രയും നീണ്ട ആയുസ് അല്ലാഹു 5 ഘട്ടമായിട്ട് അതിനെ ഭാഗിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് നേരത്തെ നമ്മൾ പഠിച്ച ആലമുറു അർവാഹിൻ്റെ അകത്തുള്ള ആയുസാണ്. അതൊരു നീണ്ട ആയുസാണത്. അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഇവിടെ രണ്ടാമത്തെ ആയുസ് ഈ ദുന്യവ്യാചരിക്കുന്ന ജീവിതത്തിൻ്റെ അകത്തുള്ള ആയുസാണ്. അതായത് നമ്മൾ ഉമ്മാൻ്റെ പിന്നെ ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെട്ട് ബാപ്പാൻ്റെ മുതുകിൽ നിന്നിട്ട് ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ ചേർന്ന് അവിടെ നിന്ന് പിന്നെ നമ്മൾ അള്ളാഹു നിശ്ചയിച്ചതായിരിക്കുന്ന 10 അല്ലേറെയോ മാസങ്ങളവിടെ പാർത്ത് അവിടെ നിന്ന് പിന്നെ നമ്മൾ എന്താക്കുന്നു, ഈ ഭൂമിയിലേക്ക് നമ്മൾ വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവൻ്റെ അടിമകളെ കൊണ്ടിട്ട് ആ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്. വല്ലാഹു അഖ്റജക്കും മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈആ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫീദത ലഅല്ലക്കും തഷ്കുറൂൻ. അല്ലാഹു പറയുന്നു, വല്ലാഹു അഖ്റജക്കും, അല്ലാഹു നിങ്ങളെ പുറപ്പെടുവിച്ചിരിക്കുന്നു, മിൻ ബുത്തൂനി ഉമ്മഹാത്തിക്കും, നിങ്ങൾക്കുള്ളതായിരിക്കുന്ന ഉമ്മാമാരുടെ പള്ളയിൽ നിന്നിട്ട് ഈ ഭൂമിയിലേക്ക് അല്ലാഹു പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നിട്ടോ ഈ അവസ്ഥക്കാണ് പുറപ്പെടുവിച്ചത്. ലാ തഅലമൂന ശൈആ, നിങ്ങൾ ഒരു ശൈഇനെയും അറിയാത്തവരായ അവസ്ഥക്ക്, ഒന്നും നിങ്ങൾക്കറിയില്ല. ഇത്രത്തോളം ഒരു ചെറിയ മൃഗങ്ങൾക്ക് അറിയുന്ന, അത് കുഞ്ഞ് വെച്ചാൽ ആ കുഞ്ഞിക്കറിയുന്ന ഇത്ര വിവരം വരെ നിങ്ങൾക്കില്ല. ഒരു ശൈഉം അറിയില്ലെന്ന് മറ്റൊരു വസ്തുവും അറിയാത്ത സ്ഥിതിക്കാണ് നമ്മുടെ ഇങ്ങനെയുള്ളതായിരിക്കുന്ന അവസ്ഥ എന്താണ്, നമ്മുടെ ജീവിതം എങ്ങനെയാണ് ഒന്നും നമുക്കറിയില്ല. മൃഗങ്ങൾ അങ്ങനെ ആണെങ്കിൽ അങ്ങനെയല്ല. അതിൻ്റെ പടപ്പത്തിരത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽക്കൊരു ഫഹ്മു, ഒരു അറിവെല്ലാം കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പൂച്ച, അത് കുഞ്ഞു ആണെങ്കിൽ അത് കുഞ്ഞു വെച്ചിട്ട് അത് കണ്ണു തുറക്കുമ്പോൾ തന്നെ ഒരു 10-20 ദിവസം കഴിയുന്നുണ്ട്. അതിൻ്റെ ഉമ്മാൻ്റെ മുല അത് എവിടെയാണെന്ന് അത് തേടി പിടിക്കുന്നുണ്ട്. നോക്കിയിട്ട് കണ്ടിട്ടല്ല, അതൊക്കെ അറിയാം. അള്ളാഹു അതിലേക്ക് തോന്നിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് ഉമ്മ ക്ലാസ് എടുത്തിട്ടൊന്നുമില്ല, എൻ്റെ മുല ഇന്ന സ്ഥലത്തിലുള്ളതാണ്. അത് പോയിട്ട് അതിൻ്റെ ഉമ്മാൻ്റെ മുല കുടിക്കുന്നുണ്ട്. പിന്നെയാണ് ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ടാണ് അത് കണ്ണ് തുറക്കുന്നത്. ആ നിരക്കുള്ള ഒരു ചെറിയ ഒരു അറിവരെയില്ല. ഒരാട് കുഞ്ഞ് വെച്ചാൽ ആ ആടിൻ്റെ ഉമ്മാൻ്റെ മുല അത് എവിടെയാണെന്ന് തേടി പിടിച്ച് കുടിക്കാനായിരിക്കും കഴിയും. ഉമ്മ എന്തോ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല. ഈ പോലെ നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ ഇവിടുത്തെ എല്ലാ ജീവികളുടെ അവസ്ഥ ഒരു തരത്തിലുള്ള ഒരു ഫഹ്മ്, ഒരു അറിവ് അതിലേക്കുണ്ട്. ഒരു മനുഷ്യനാണെങ്കിലോ, മനുഷ്യർ പ്രസവിച്ചെങ്കിൽ, കുഞ്ഞു വെച്ചെങ്കിൽ, ഒരു ഉമ്മ പെറ്റെങ്കിൽ ആ കുട്ടീൻ്റെ മുലയുടെ ഒന്ന് കുട്ടിക്കറിയില്ല. പിന്നെ ചിലപ്പോൾ ഉമ്മ കുട്ടിൻ്റെ ബായിൽ മുല വെച്ച് കൊടുക്കണം. ആ നിരക്ക് അത് ഊമ്പി കുടിക്കണം. ഈ നിരക്ക് മനുഷ്യന് ഒരു വസ്തുവും അറിയാത്ത സ്ഥിതിക്ക്, ഒരു മൃഗങ്ങൾക്കും അതുപോലെ മറ്റുള്ള ജീവികൾക്ക് അറിയുന്ന അത്ര ഒരു അറിവ് മനുഷ്യർക്ക് ഇല്ല. ആ നിരക്ക് ഒരു വസ്തുവും അറിയാത്ത സ്ഥിതിക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മാൻ്റെ പള്ളിയിൽ നിന്നിട്ട് മനുഷ്യന്മാരെ പുറത്താക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പെറ്റി വരുമ്പോൾക്ക് നിങ്ങൾക്ക് സമ്മനെ, കേൾവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്. വൽ അബ്സാറ, കാണുന്ന കാഴ്ചകളെയും അല്ലാഹു പഠിച്ചിട്ടുണ്ട്. വൽ അഫീദത, കണ്ടതിനെയും കേട്ടതിനെയും മനസ്സിലാക്കാനുള്ളതായിരിക്കുന്ന
കൽബുകളെയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അറിവിലേക്കുള്ളതായിരിക്കുന്ന മാധ്യമങ്ങളൊക്കെയും അള്ളാഹു പടച്ചിട്ടുണ്ട്. അറിവില്ല എന്ന് മാത്രം, അതിലേക്കുള്ള വഴികളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല തുറന്നു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇത്ര കനത്ത നിഅമത്ത് നിങ്ങൾക്ക് എന്തിനാണ് അള്ളാഹു ചെയ്തത്? ഒരു കുട്ടിയായിട്ട് ഇവിടെ വരുമ്പോൾക്ക് സുബ്ഹാനല്ലാഹ് എത്ര കാര്യങ്ങളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പള്ളിയിലുണ്ടാകുന്ന സമയത്തിൻ്റെ അകത്ത് 8-10 മാസം പാർക്കും. അത് ഗാലിബുൽ ഹംൽ എന്ന് പറയുമായിരിക്കും. അധികം ഉള്ള ഹംൽ അങ്ങനെയാണ്. ചിലപ്പോൾ ഉമ്മാൻ്റെ പള്ളിയിൽ 2 വർഷവും 3 വർഷവും 4 വർഷം വരെ ജീവിക്കാൻ എന്നുള്ളതായിരിക്കുന്ന സാധ്യതയുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. അക്സറുൽ ഹംലിൽ വെച്ചിട്ട് ഏറ്റവും അധികരിച്ചത് 4 സിനീന, 4 കൊല്ലമാണ്. 4 കൊല്ലം വരെ പാർക്കാം. അങ്ങനെ പാർത്ത അയിമ്മത്തുകളിൽ തന്നെ, ഇമാമികളിൽ തന്നെ ഉമ്മാൻ്റെ പള്ളിയിൽ 4 വർഷം വരെ പാർത്തവരുണ്ട്, 3 വർഷം പാർത്തവരുണ്ട്, 2 വർഷം പാർത്തവരുണ്ട്, 1 വർഷം പാർത്തവരുണ്ട്. അതെല്ലാം അവരെ താരീഖുകളെല്ലാം പരിശോധിക്കുമ്പോൾ അറിയാം. ഹരീം ഇബ്നു ഹയ്യാൻ എന്ന് പറയുന്ന വലിയ മഹാനാണ്. അദ്ദേഹം താബികളിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം 2 കൊല്ലം 3 കൊല്ലം പാർത്തിട്ടുണ്ടെന്നാണ് ഉമ്മാൻ്റെ പള്ളിയിൽ. അയാൾ പ്രസവിച്ചിട്ട് പിന്നെ വന്നപ്പോൾ അയാൾക്ക് പല്ലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. പല്ല് വന്നു. അപ്പോൾ 3 കൊല്ലം വരെ നേരത്തെ പാർത്തതുകൊണ്ട് അതുകൊണ്ടിട്ടാണ് ഹരീം എന്ന് പേര് വെക്കാൻ കാരണം. ഹരീമിന് പ്രായമാണ്. ഹരീം ഇബ്നു ഹയ്യാൻ വലിയ അയിമത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹുവിനെ സംബന്ധിച്ചും പറയപ്പെടുന്നു 4 കൊല്ലം വരെ ഉമ്മാൻ്റെ പള്ളിയിൽ പാർത്തിട്ടുണ്ട്. വേറെ അയിമത്തുകളെയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് ശറഈൻ്റെ അകത്ത് ഒരു തെറ്റിയ കാര്യമല്ല. ഒരു ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെട്ടിട്ട് പിന്നെ അവർ വിട്ടുപിരിഞ്ഞു നോക്കാം. 4 കൊല്ലം വരെ പിന്നെ ഒരുമിച്ച് കൂടിയിട്ടില്ല. അതിന് മുമ്പായിട്ടാണ് 4 കൊല്ലം പൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് പ്രസവിക്കുന്നത്. എന്നാൽ നമ്മൾ ശറഈൻ്റെ അകത്ത് ഈ കുട്ടീനെ ബന്ധപ്പെട്ടതായിരിക്കുന്ന ഈ പെണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഭർത്താവിലേക്ക് ചേർക്കുന്നു. നല്ലാണ്ട് അതൊരു സിനാ കൊണ്ടിട്ട് അവൾ ഉണ്ടാക്കി എന്ന് പറയുന്ന വകുപ്പ് അവിടെ ഇല്ല. കാരണം ഹുസ്ന തന്നെയാണ് നല്ലത്. അപ്പോൾ വേറൊരു നിരക്ക് ഇതോടെ കുട്ടി ഉണ്ടായി എന്ന് പറയുന്ന ഇതില്ല. അപ്പോൾ അതിൻ്റെ 4 കൊല്ലത്തിനേക്കാൾ താഴെപ്പോൾ പ്രസവിച്ചെങ്കിലും അത് അയാളിലേക്ക് കുട്ടീൻ്റെ വാപ്പയിലേക്ക് ചേർക്കപ്പെടും. ഏറ്റവും അക്കല്ലുൽ ഹംദ് എന്ന് പറയുന്നത് അത് 6 മാസവും 2 സെക്കൻഡാണ് ഫുഖഹാക്കൾ പറയും. അത് താമായ ഹംലാണ്, പരിപൂർണമായ ഹംല്. കുട്ടി ഇവിടെ ജീവിക്കാനുള്ളതായിരിക്കുന്ന എല്ലാ നിരക്കുള്ളതായിരിക്കുന്ന സാധ്യതകളിലുണ്ട്. 6 മാസം 2 സെക്കൻഡിൽ പ്രസവിച്ചെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഉമ്മാൻ്റെ പള്ളിയിൽ നിന്നിട്ട് നിങ്ങൾ അള്ളാഹു പുറത്താക്കിയിട്ടുണ്ട്. ഈ സ്ഥിതിക്ക് ലാ തഅലമൂന ശൈഅ, ഒരു ശൈയും നിങ്ങൾ അറിയാത്ത സ്ഥിതിക്ക്. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരു അറിവ് നിങ്ങൾക്കില്ലെങ്കിലും അറിയാനുള്ളതായിരിക്കുന്ന അതിൻ്റെ മാധ്യമങ്ങൾ, അതായത് കേൾവി, കാഴ്ച, ഹൃദയം, ഇതെല്ലാം അള്ളാഹു നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇത്രയും വലിയ കനത്ത നിഅമത്തുകൾ നിങ്ങൾക്ക് എന്തിനു അള്ളാഹു ചെയ്തു? അത് ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി ചെയ്യുന്നവരാകാൻ വേണ്ടിയിട്ട്. ഇതാണിപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നിരക്കുള്ള നിഅമത്തുകൾ നിങ്ങൾക്ക് ചെയ്തു. ഇത് നിങ്ങൾ സ്വന്തം ഉണ്ടാക്കിയതല്ല. നിങ്ങൾക്കുള്ളതായിരിക്കുന്ന ശരീരത്തിൻ്റെ അകത്തുള്ളതായിരിക്കുന്ന എത്രയോ അംഗങ്ങളുണ്ട് അല്ലേ? മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അകത്ത് 360ഓളം കെണിപ്പുകളുണ്ടെന്ന് പറയുന്നു, എല്ലുകളുണ്ട്. ഒരു കൂട്ടം ഇമാമികൾ പറഞ്ഞു 360ഓളം നരമ്പുകളുണ്ടെന്നാണ് പറയുന്നത്. അതിൽ 180 നരമ്പുകൾ അനങ്ങുന്ന നരമ്പുകളും 180 അനങ്ങാത്ത നരമ്പുകളുണ്ട്. അപ്പോൾ ഇത് മനുഷ്യൻ്റെ ഒരു സെറ്റിംഗാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്ത് കൊണ്ട് അള്ളാഹു ഉണ്ടാക്കുന്നത്. അപ്പോൾ അനങ്ങുന്ന നരമ്പ് വേണം അവിടെ, അത് അനങ്ങിക്കൊണ്ടിരിക്കണം എങ്കിൽ മനുഷ്യന് ആരോഗ്യത്തിൽ ജീവിക്കുക. അനങ്ങാത്ത നരമ്പ് അത് അനങ്ങാണ്ടിരിക്കണം, അപ്പോൾ ആരോഗ്യത്തിൽ ജീവിക്കണം. നേരെ മറിച്ചിട്ട് അനങ്ങുന്നതായിരിക്കുന്ന ഈ നരമ്പ് അടങ്ങിപ്പോയാലോ ചിലപ്പോൾ അവനക്ക് ഉറക്കം കിട്ടൂല, അത്ര ബുദ്ധിമുട്ടായിപ്പോൾ. അതല്ലാണ്ട് അടങ്ങിയതായിരിക്കുന്ന നരമ്പ് അത് പിന്നെ എന്താക്കി പിന്നെ അനങ്ങിയാലോ എന്നാലും ഉറക്കം കിട്ടൂല. ആ നിരക്കുള്ള ഹയ്യത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനാക്കി വെച്ചത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ഒരു കുദറത്താണ്. നിങ്ങൾ ചോദിക്കുമ്പോൾ അത് ഇപ്പോൾ പിന്നെ എല്ലാം അരങ്ങുന്ന നനമ്പന്നാക്കാത്തത്, അല്ലെങ്കിൽ എല്ലാം കൊണ്ട് അരങ്ങാത്ത നനമ്പാക്കാത്തത് എന്ന് ചോദിക്കുക.
എന്താ അങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ ആവശ്യമുണ്ട്. അത് വലിയ ഒരു ഹിക്മത്താണ്. അല്ലാഹു സുബ്ഹാനഹു ഒരു സെറ്റിങ്ങാണ്. അതിൽ നിന്നിട്ടാണ് ഇപ്പോൾ മനുഷ്യന്മാർ കണ്ടുപിടിച്ചത്. ഇപ്പോൾ ഇവിടെ ഒരു പിന്നെ കറണ്ടിൻ്റെ ഒരു ഇത് വയറ് കൊണ്ടുവന്നിട്ട് ഒരു ബൾബ് കത്തണമെങ്കിലേക്ക് 2 വേണം. ഒന്ന് കറണ്ട് ഉള്ളതും വേണം, ഒന്നും ഇല്ലാത്തതും വേണം. 2 കൂടുമ്പോൾ കാണാതെ കത്തുന്നത്. നേരെ മറിച്ച് നമ്മുടെ ബുദ്ധി എന്ത് പറയുന്നു, അത് കറണ്ട് ഇല്ലാത്ത വയറിൻ്റെ വേസ്റ്റ് അതിനാക്കുന്നത്, അതിനെന്തിനെ കൊടുക്കുന്നു, കറക്ഷൻ കൊടുക്കുന്നു, കറണ്ട് ഉള്ളതേ പോരെ എന്ന് പറഞ്ഞു. പക്ഷേ അത് സമ്മതിക്കുന്നില്ല. തിരിഞ്ഞില്ലേ? ഇവിടെ ബൾബ് കത്തുമില്ല, മനുഷ്യന്മാർക്കുള്ളതായിരിക്കുന്നതിൻ്റെ പഠനം പഠിച്ചതായിരിക്കുന്ന ആൾക്കാർ അതിനെ സമ്മതിക്കില്ല. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ ഒരു സെറ്റിങ്ങാണ്. അത് ഇതിനെ കണ്ടിട്ടാണ് ഇപ്പോൾ പടപ്പുകളും പഠിച്ചത്. തിരിഞ്ഞില്ലേ? അള്ളാഹു സുബ്ഹാനഹു തആല ആക്കി വെച്ച പാഠങ്ങൾ. എന്നിട്ട് ധാരാളം ഇവിടെ ഇത് കണ്ടുപിടുത്തം എന്നെല്ലാം പറയുന്നില്ല. കണ്ടുപിടുത്തമല്ല, അത് ഉള്ളതിനെ കണ്ടിട്ട് പിടിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം ഓരോരോ അസ്റാറുകൾ അവൻ്റെ മഖ്ലൂഖാത്തിന് വെച്ച് അത് മുഖേനയായിട്ട് പലതും ഇവിടെ കണ്ടുപിടിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ പിന്നെ നന്ദി ചെയ്യാൻ്റെ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മുടെ പഠിച്ചതിൻ്റെ ഉദ്ദേശം. ഇതെല്ലാം വലിയ നിഅമത്തുകളാണ്. ഇത് ഈ ഒരു മനുഷ്യൻ്റെ ഒരു കുട്ടിയായിട്ടിവിടെ വരുമ്പോൾക്ക് ഉമ്മയും ബാപ്പയും ഇതിൽ കൂടുതൽ പ്രവർത്തനം വരെ ഉണ്ടായിട്ടില്ല. ഭാര്യ ഭർത്താക്കന്മാർ ഉമ്മയും ബാപ്പയും തമ്മിൽ ബന്ധപ്പെട്ടു എന്നല്ലാതെ അതിൻ്റെ പുറമെ പിന്നെ ഗർഭപാത്രത്തിലേക്ക് ഈ മനി ചേർന്നതിൻ്റെ ശേഷം രണ്ടാളുടെ മനിയും അവിടെ ഗർഭപാത്രത്തിൽ ചേർന്നതിൻ്റെ ശേഷം ഇത് മനുഷ്യൻ്റെ ബീജമാണ്, വിത്താണ്. അതിൽ നിന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആലയാണ് ഈ കുട്ടിനെ പടക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയൊരു അത്ഭുതമാണ്. അതിനെ നീണ്ട സംഭവമാണ്. അതൊക്കെയും പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ കുറേ സമയം നീണ്ടു പോകും. ആദ്യമായിട്ട് മനുക്കട്ടയായിട്ട് ഇവിടെ താമസിപ്പിക്കുന്നു. അതിനെ ഒരു 40 ദിവസം കഴിയുമ്പോൾ പിന്നെ ചോരക്കട്ടയായിട്ട് മാറ്റുന്നു. പിന്നെ അതിന് ശേഷം ഘട്ടങ്ങളായിട്ട് അതിൻ്റെ ശേഷം ഇറച്ചിക്കട്ടയായിട്ട് മാറ്റിയതിൻ്റെ ശേഷം വഖസൂനൽ ഇലാമ ലഹ്മ, പിന്നെ എല്ലിനെ അല്ലാഹു പടക്കുന്നു. അതിലേക്ക് എല്ലുകൾക്ക് ഇറച്ചിനെ നടത്തുന്നു. 4 മാസം പൂർത്തിയാകുമ്പോൾ അതിലേക്ക് റൂഹനെ നടത്തുന്നു. റൂഹനെ ഊതുക എന്ന് പറഞ്ഞാൽ റൂഹനെ ഊതു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മലക്ക് വന്നിട്ട് റൂഹനെ ഊതുന്ന വെച്ചാൽ തടിക്ക് നടത്തുന്നതാണ്. എന്നല്ലാണ്ട് ഈ അടുപ്പിലേക്ക് തീ ഊറ്റിക്ക് പോലെ ഊതുന്നല്ല, അത് നടത്തലാണ്. അതിലേക്ക് അല്ലാഹു ഈ റൂഹിനെ നമ്മളെ നിശ്ചയിക്കപ്പെട്ട നമ്മളെ പടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ആരംഭ മുമ്പ് തന്നെ റൂഹിനെ അല്ലാഹു പടച്ചു വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മളെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ അല്ലാഹു സുബ്ഹാനഹു തആലാൻ്റെ ഖുദ്റത്ത് കൊണ്ട് ഈ ശരീരത്തേക്ക് ഉമ്മാൻ്റെ ഗർഭപാത്രം നടത്തുന്നു. സുബ്ഹാനല്ലാഹ്, ഇത് എത്ര ഉള്ളിലാണ് ഇതുള്ളത്. ഒരു ഉമ്മാൻ്റെ ഒരു വയറ് എന്നുള്ളത് ഒരു ഇരുട്ടാണത്. അതിൻ്റെ ഉള്ളിൽ ഉള്ളതായിരിക്കുന്ന ഒരു ഇരുട്ടാണ് പിന്നെ അതിൻ്റെ ഗർഭപാത്രം എന്നുള്ളത്. അത് പിന്നെ കുട്ടി പാർക്കുന്നതായിരിക്കുന്ന അതിനെ പാർപ്പിക്കുന്ന അതിൻ്റെ ഒരു കവറുണ്ട്, മാവ് എന്ന് പറയും അത്. അപ്പോൾ ഉള്ളിൽ എത്തായ ഒരു സ്ഥലത്ത് അവിടെ ഉമ്മാക്കോ ബാപ്പാക്കോ ആർക്കും പ്രവേശനമില്ലാത്ത ഒരു സ്ഥലത്താണ് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ബാഹിറായ ഖുദ്റത്ത് കൊണ്ട് മനുഷ്യൻ്റെ കൈയിനെയും കാലിനെയും കണ്ണിനെയും കാതിനെയും മൂക്കിനെയും എല്ലാം അത് മനുഷ്യനിക്ക് ആവാൻ വേണ്ടിയിട്ട് മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതിനെല്ലാം സെറ്റിങ്ങുകൾ അത് പ്രസവിച്ച് വരുന്നതിന് മുമ്പ് അല്ലാഹു സെറ്റാക്കും. എന്നിട്ട് അങ്ങനെ എല്ലാ പാർട്ടസും കണ്ടീഷനാണ്. ഇതൊന്നും കുറവില്ല. അല്ലാഹു സുബ്ഹാനഹു തആലാൻ്റെ ഹിക്മത്ത് കൊണ്ട് ചെയ്യുന്ന ഒരു പണിയാണ്. അതേ സ്ഥാനത്ത് ആ സമയത്ത് എനിക്ക് ഒരു പാർട്ടസ് കുറവുണ്ട്. എന്താ? പല്ലില്ല. ആ പല്ലും കൂടി വേണ്ടതല്ലേ, അപ്പോൾ അത് സെറ്റിങ് പറിച്ചാന്നില്ല ഇല്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഹിക്മത്ത് കൊണ്ട് അവനക്ക് മുനാസിബായ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ആവശ്യം ഉണ്ട്. ഈ പല്ലൊന്ന് വെച്ചിട്ട് ബാക്കിയെല്ലാം ആവശ്യമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവനക്കുള്ള ഭക്ഷണം എന്താണ്? പള്ളിയിലിപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഇപ്പോൾ റൂഹൂതിയതിൻ്റെ ശേഷം അതിനെങ്ങനെ പോറ്റിയത്? അത് അല്ലാഹു സുബ്ഹാനഹു തആല ഉമ്മാൻ്റെ പിന്നെ മാസം നടക്കുന്ന ഹൈൽ അതിനെ ഈ കുട്ടിൻ്റെ ഭാഗത്തിലേക്ക് അതിനെ തിരിച്ചിട്ട് അവിടെ ഹൈദിനെ ബന്ധാക്കി പുറത്തേക്ക് വരാത്ത വരാക്കിയിട്ട് ഈ കുട്ടിക്ക് കൊടുത്തിട്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ പോറ്റുന്നു. അതാണ് ഭക്ഷണം കുട്ടീൻ്റെ. ഇല്ലെങ്കിലിപ്പോൾ ഒരു റൂഹിലെ ഒരു സാധനം പള്ളിയിൽ വെച്ചെങ്കിൽ ചെയ്യിക്കുക, മരിച്ചു പോലെ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഖുദ്റത്ത് കൊണ്ട് എന്താക്കുന്നു? ഈ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്ര ബന്ധവസ്ഥയിലുള്ളതായിരിക്കുന്ന ഈ കുട്ടീനെ അവിടെ
റൂഹ് നടത്തിയതിൻ്റെ ശേഷം അതിനവിടെ എന്താക്കുന്നു, അതിനെ പോറ്റി തർബിയത്താക്കുന്നു. ക്രമേണയായിട്ട് തർബിയത്തിൽ പ്രസവിക്കുന്നവരെ തർബിയത്താക്കും. അപ്പോൾ എല്ലാം വൃത്തിയാക്കിയിട്ടാണ് ഇവിടെ പുറത്തേക്ക് ഇറക്കുന്നത്. പുറത്തേക്ക് ഇറക്കിയിട്ടാകുമ്പോൾ പിന്നെ നോക്കുമ്പോൾ എന്തില്ല, പല്ലൊന്ന് കുറവുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അവിടെ പല്ല് കൊടുത്തില്ല? പല്ല് അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അപ്പോൾ ഒരു അല്പസ്വല്പം ഇപ്പം ഞാൻ അരിം യൂസ് ചെയ്യാൻ എനിക്ക് പല്ല് വന്നെന്ന് പറഞ്ഞാൽ അരിം ഹയ്യാൻ, അതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവമാണ്. അധിക ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. കാരണം എന്തുകൊണ്ട്, അത് പിന്നെ അവിടെ അപ്പോൾ പല്ലിൻ്റെ ആവശ്യമില്ല കുട്ടിക്ക്. അപ്പോൾ ആ ഉമ്മാൻ്റെ ആ മുല ആ കുട്ടി കുടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പല്ലിൻ്റെ ആവശ്യമില്ല. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഹിക്മത്ത് കൊണ്ട് അതിൻ്റെ 2 കൊല്ലം വരെ ഇങ്ങനെ നീണ്ടു പോകുന്നു. അങ്ങനെ പല്ലില്ലാതെ പിന്നെ കുറച്ച് പല്ലി ചെറിയതാക്കുന്ന പല്ലുകൾ. അതിൻ്റെ ശേഷം ഇനി മുല കഴിഞ്ഞെങ്കിൽ 2 കൊല്ലം പിന്നെ പൂർത്തിയായിട്ടാണല്ലോ ഇപ്പം മുല കൊടുക്കേണ്ടത്. അതിൻ്റെ കുറവ് ഭയങ്കര വിരോധമില്ല. വല്ലൗല എന്താ പറഞ്ഞത് ഖുർആനായത്തിലുള്ളത്, ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി അല്ലേ, 2 കൊല്ലം ഉണ്ടാക്കുന്ന ഒരു മക്കൾക്ക് ഒരു മുല കൊടുക്കണം. അതിപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അതൊരു താമായ രൂപത്തിൻ്റെ അകത്തുള്ളതായിരിക്കുന്ന ഒരു മുല കൂടിയാണ്. അതിൻ്റെ കുറവായതുകൊണ്ട് വിരോധമുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. ഏതെല്ലാത്തിൽ ഗുണമില്ലാത്ത കാര്യമാണ്. എല്ലാം കൂടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല എന്താക്കുന്ന അവിടെ അങ്ങനെ ഒരു സിസ്റ്റമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ കഴിക്കേണ്ടത് ഈ പാലല്ലാത്ത സാധനം കഴിക്കുമ്പോൾ അരിക്ക് ചെറുതായിരിക്കുന്ന ലഘുവായ സാധനങ്ങൾ തിന്നണം. അരിക്ക് മുനാസിബായതായിരിക്കുന്ന പല്ലാണ് അപ്പോൾ കൊടുക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഹിക്മത്ത് എന്തൊരു ഹിക്മത്താണത്. ചെറുതായിരിക്കുന്ന പല്ലുകൾ അതങ്ങനെ വായ നിറച്ച പല്ല് വരും. അപ്പോൾ എന്ത് ചെറുതായിരിക്കുന്ന ലഘുവായതായിരിക്കുന്ന സാധനങ്ങളൊക്കെ തിന്നാനും കടിക്കാനൊക്കെ സാധിക്കുന്ന കൂട്ടത്തിൽ. പിന്നെ കുറച്ച് എടുക്കാനാകുമ്പോൾ കുറച്ച് ശക്തി കൂടുമ്പോൾ പിന്നെ ഈ പല്ലിനെ പോക്കിയിട്ട് വേറെ പല്ല്, പിന്നത്തെ പല്ല്, അത് പിന്നെ നല്ല ഉറപ്പുള്ളതായിരിക്കുന്ന സാധനത്തെ ചവക്കാനും എല്ല് ചവക്കാനും അത് ചവക്കാനും ഒക്കെ എല്ലാം ഒരു സൗകര്യപ്പെടുത്തുന്നതൊക്കെ അല്ലാഹു എൻ്റെ ഹിക്മത്ത് കൊണ്ടെത്ത്. അതാണ് റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞു. ആലമീങ്ങളെ തർബീയത്താക്കുന്നതാണ്. ഓരോന്നിനും അതിനോട് മുനാസിബാത്തായതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിട്ട് അതിനെ അള്ളാഹു പോറ്റി വളർത്തുന്നു. അതിനകത്ത് ഇതതിൻ്റെ തർബീയത്തിൻ്റെ ഒരു ഭാഗമാണിപ്പോൾ. വാസ്തവത്തിന് ഉമ്മ ഇപ്പോൾ തർബീയത്തിൻ്റെ ആളാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ വാസിത കൊണ്ടുള്ള തർബീയത്താണ്. നേരിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഉമ്മാക്ക് ഇതിനെ തർബീയത്താക്കാനും തോന്നിപ്പിക്കാനും അതിന് കഴിവ് കൊടുക്കാനും എല്ലാം അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ തർബീയത്താണ് ഇവിടെ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനത്തെ നിഅമത്തുകൾ അള്ളാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ട്? ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ ഇവിടെ അക്കറും ഫഹമും എല്ലാം നിങ്ങൾക്കായതിൻ്റെ ശേഷം നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് നിങ്ങൾ ശുക്ർ ചെയ്തിട്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട്, നന്ദി ചെയ്തിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ശുക്ർ? അള്ളാഹു സുബ്ഹാനഹു തആലൻ്റെ ശുക്ർ എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല എൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീൻ അവൻ ഏൽപ്പിച്ചതായിരിക്കുന്ന ഒരു അമാനത്ത്, അതിനെ ഭദ്രമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ആ ദീനിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങൾ കൽപ്പിക്കുന്നുണ്ടോ അതൊക്കെയും ചെയ്തുകൊണ്ട് എന്തെല്ലാം കാര്യം വിരോധിക്കുന്ന അതിനെത്താൻ കഴിഞ്ഞ ദൂരത്തായിക്കൊണ്ട് ഇവിടെ ജീവിക്കുന്നതാണ് ശുക്ർ. ശുക്റിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ഇതിപ്പോൾ ഒരു അർത്ഥമാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെല്ലാം ഇത്തരം സൗകര്യം നിങ്ങൾക്ക് ആക്കിയിട്ട് തന്നെന്ന് അള്ളാഹു പറയും. എന്നാൽ എൻ്റെ കൂട്ടുകാരെ, ഈ ദുന്യാവ് എന്ന് പറഞ്ഞത് നമുക്ക് ഇവിടെ ഈ നമ്മുടെ ജീവിതം നമ്മുടെ ആയുസ്സിൻ്റെ 2ാമത്തെ ഭാഗമാണ്, 2ാമത്തെ ഘട്ടമാണ്. ഇതിന് വിധേയതായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നീണ്ട കാലമില്ലായിരിക്കും. അത് പിന്നെ ചെറിയ ഒരു ആയുസ്സാണ്. നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞതുപോലെ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് മൗത്തിനെയും ഹയാത്തിനെയും ഇവിടെ പടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലുള്ളതായിരിക്കുന്ന ഒരു ചെറിയ ജീവിതം, ചെറിയൊരു ആയുസ്, അത് ലിയബ്ലുവക്കും നിങ്ങളവിടെ ആരാണോ ശുക്ർ ചെയ്യുന്നവർ, ആര് ശുക്ർ ചെയ്യാത്തവർ എന്നുള്ള ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. 2 വിഭാഗം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല 2 വിഭാഗത്തിലേക്കും ഭയപ്പെടുന്നവർക്കും ഭയപ്പെടാത്തവർക്കും 2 കൂട്ടർക്കും സൗകര്യം അല്ലാഹു ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ
ആരാണ് അള്ളാഹ് ഇത്രയും വലുതായിരിക്കുന്ന കനത്തതായിരിക്കുന്ന നിഅമത്തുകൾ ചെയ്തതായിരിക്കുന്ന റബ്ബിലേക്ക് ആരാണ് നിങ്ങളെ കൂട്ടത്തിൽ നന്ദി ചെയ്യുന്നവർ, ആരാണ് നന്ദി ചെയ്യാത്തവർ എന്ന് അള്ളാഹു നിങ്ങളൊന്ന് പരീക്ഷിക്കുന്നുണ്ട്. ആ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ഈ ലോകത്തിൻ്റെ പേരാണ് ദാറു തക്രീഫ്. ശറഈയായതായിരിക്കുന്ന കീർത്തനകളുള്ളതായിരിക്കുന്ന പിന്നെ ദാറാണിത്. ഈ വീട് ദുന്യവിയായ ഈ വീട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറൊന്നും എനിക്ക് ഇങ്ങനത്തെ തക്രീഫില്ല. ജിന്ന് ഇൻസല്ലാത്ത പിന്നെ ഒറ്റ ഒന്നും എനിക്കിവിടെ വേറെ ജീവികൾക്കിവിടെ ഇതിന് ഭൂമിൻ്റെ അകത്തൂടെ തക്രീഫില്ല. തക്രീഫുള്ളതായിരിക്കാണ് നമ്മൾക്കവിടെ ശറഈൻ്റെ വിധികളെ ഉണ്ടാക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കും. എന്നിട്ട് അതിൽ കുറേ മഅ്മൂറാത്തുകൾ ഉണ്ടാവും, അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടും മൻഹിയാത്തുകളുണ്ടാവും, വിരോധിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിനെല്ലാം ഒഴിഞ്ഞു ദൂരത്താവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആൻ മുഖേന അമ്പിയാക്കന്മാർ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചിട്ട് ഇതിനെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഒരു വിശാലമായ ഒരു വിഷയമാണ്. ഞാനിപ്പോൾ അതിൻ്റെ ആയത്തിലൊന്നും ഞാൻ കിടക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ നല്ല ഗൗരവമായിട്ട് ഇതിനെ കണക്കിലെടുക്കണം, ഇതിനെ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ സ്നേഹിതന്മാരെ, നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കിവിടെ പിന്നെ ഉള്ള ഉത്തരവാദിത്വം മുക്കല്ലഫ് എന്ന് പറയുന്നു. ശറഅ് കൊണ്ട് കീർത്തിക്കപ്പെടുന്നതായിരിക്കുന്ന ആൾ, ശറഇൻ്റെ കീർത്തനം, അത് നമ്മളുടെ ശാഫി മദ്ഹബ് അനുസരിച്ചിട്ട് അബുൽ ഹസൻ അശ്അരി ഇമാമിൻ്റെ തരീഖത്ത് പ്രകാരം അത് ആക്കിര് ബാലിക, ആക്കിര് ബാലികയായിട്ട് അക്കലുള്ള ബുദ്ധിക്ക് സ്ഥിരമുള്ളതായിരിക്കുന്ന ആൾക്കാർക്കാണ് ഈ തക്ലീഫ് ബാധിക്കുന്നത്. മനസ്സിലായില്ലേ? അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബ് അത് ബാലികായിക്കോളന്നില്ല, അക്കലുണ്ടായാൽ തന്നെ മതിയാവും. തമ്മീസ് കഴിഞ്ഞിട്ട് ബുദ്ധി വന്നെങ്കിൽ പിന്നെ അവനെന്തായി, അവനിക്ക് പിന്നെ ശറഈൻ്റെ അഹ്കാമുകൾ അവനോട് ബന്ധിക്കുന്നുണ്ട്. ഇതന്നെ അവന് ഉത്തരവാദിത്തപ്പെട്ടവനാകുന്ന, അതിൽ കടപ്പെട്ടവനാകുന്നു. നമ്മളുടെ ശാഫി മദ്ഹബിൻ്റെ മദ്ഹബ് അനുസരിച്ചിട്ട് അത് ആക്കിര് ബാലികാവണം. ആക്കിര് ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിക്ക് സ്ഥിരം വേണം. തമ്മീസ് ഇല്ലാത്ത ആൾക്ക്, ബുദ്ധിക്ക് സ്ഥിരം ഇല്ലാത്തവള് ശറഈൻ്റെ കീർത്തനമില്ല. അതേപോലെ തന്നെ ഇനി ഉലോകായിട്ടില്ല, അക്കലുണ്ട്, പക്ഷേ എങ്കിലും എന്തില്ല, മുഅ്തമദനുസരിച്ചിട്ട് ശറഈൻ്റെ കീർത്തനമില്ല. മറ്റുള്ളവർ പറയുന്നത് എന്താണ്? മറ്റുള്ളവർ കൂട്ടം ഇമാമികൾ പറയുന്നത് അക്കല് തമ്മീസ് കഴിഞ്ഞിട്ട് പിന്നെ ബുദ്ധി അക്കലുണ്ടായെങ്കിൽ ആക്കല് പിന്നെ അവന് കൊണ്ടുവന്നെങ്കിൽ അവർക്ക് ശറഈൻ്റെ കീർത്തനം എന്നോട് ബന്ധിക്കുന്നുണ്ട്. നിസ്കാരം, നോമ്പ്, ഇതല്ലേ നമ്മുടെ ശാഫി മദ്ഹബ് അനുസരിച്ച് പറയുന്നത് എന്താണ്? കുട്ടിക്ക് 7 വയസ്സ് കഴിഞ്ഞിട്ട് 7 വയസ്സ് പൂർത്തിയായാൽ, 8 വയസ്സ് എത്തിയെങ്കിൽ അത് പൂർത്തിയായിട്ട് 7 കഴിഞ്ഞിട്ട് 8ലേക്ക് എത്തുമ്പോൾ അവനക്ക് നിസ്കാരം കൊണ്ട് അവനോട് അവൻ്റെ അവ്വലു വാജിബിൻ അലൽ ആബായി വൽ ഉമ്മഹാത്ത്, അവൻ്റെ മാതാപിതാക്കൾക്ക്, അവൻ്റെ രക്ഷിതാക്കന്മാർക്കുള്ള ഉത്തരവാദിത്വം എന്താണ്? അവനക്ക് ആദ്യമായിട്ട് അവൻ പഠിപ്പിക്കേണ്ടത് അന്ന നബിയനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ റസൂലാണെന്ന് പഠിപ്പിക്കണം, അള്ളാഹു ഒരുവനാണെന്ന് പഠിപ്പിക്കണം. പിന്നെന്താ പഠിപ്പിക്കണം? നിസ്കാരത്തിൻ്റെ ഫർളുകളും അതിൻ്റെ സുന്നത്തുകളും ആദാബുകളെല്ലാം പഠിപ്പിക്കണം. എന്നിട്ട് അവനെ ആ പഠിപ്പിക്കുന്ന മാത്രം അവനെ ചെയ്യിപ്പിക്കണം. ഇതെല്ലാം ശറഈൻ്റെ നിയമങ്ങളാണ്. അങ്ങനെ കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിപ്പോൾ നമ്മൾ അനുസരിച്ച് അത് നിർബന്ധമായിട്ടുള്ളതല്ല എന്ന് പറയുന്നുണ്ട്. മറ്റേ ഓർക്കത് നിർബന്ധമാണ്, അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ഇത് നിർബന്ധമാണ്, കുട്ടിക്കത് ചെയ്യുന്ന നിർബന്ധമല്ല. കുട്ടി എന്നോട് കൽപ്പന എന്താണ്? മാതാപിതാക്കൾക്ക് ഭയപ്പെടണം, രക്ഷിതാക്കന്മാർക്ക് ഭയപ്പെടണം എന്നാണ് കൽപ്പന. അതനുസരിച്ച് കുട്ടി ജീവിക്കണം. അപ്പോൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, നിസ്കരിക്കണം. നോമ്പ് കൊണ്ട് ആവതുണ്ടെങ്കിൽ നോമ്പ് നോക്കാൻ ആവതുണ്ടെങ്കിൽ നോമ്പ് നോക്കണം. ഇങ്ങനെ ചെയ്തിട്ട് അവന് ജീവിക്കണം. അങ്ങനെ ഈ കുട്ടിക്ക് 10 വയസ്സ് പൂർത്തിയാകുമ്പോൾ വയുളറബു അലൈഹ, കുട്ടിക്ക് ആണാട്ട് പെണ്ണാട്ട് അതിലേക്ക് അടിക്കണം. അത് വഹിച്ചെങ്കിൽ, കാരണം അത് അബാവിൻ്റെ ഒരു നിർബന്ധമാണ്. അവനക്ക് ഉജൂബായതുകൊണ്ട്, കുട്ടിക്കത് വാജിബായതുകൊണ്ടല്ല, നമ്മുടെ മുഅ്തമദനുസരിച്ചിട്ട്. പിന്നെന്താണ്? ഓനിങ്ങനെ ചെയ്തില്ലെങ്കിൽ, ഇങ്ങനെ ഇത്രത്തോളം അവന് നിസ്കരിക്കുന്നില്ല, ചിലരോട് കൽപ്പിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നാകുമ്പോൾ അപ്പോൾ ഓനെന്താന്ന് പിന്നെ അനുസരണയില്ലാത്തവനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി വലുതായെങ്കിലും പുരുക്കായെങ്കിലും അവന് പിന്നെ ചെയ്യില്ല. അതുകൊണ്ടിട്ട് ഇപ്പം തന്നെ അവനെ അത് വരുത്തണം.
അതിമിയാലക്ക മിൻ തൗരിക്ക വലാ തർഫഅൻ അസാക അദബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിൻ്റെ മക്കൾക്ക് നീ തീറ്റിക്ക്, തിന്നാനും കുടിക്കാനും കൊടുക്കും, വസ്ത്രമെല്ലാം കൊടുത്തിട്ട് നല്ല അതവ് പഠിപ്പിക്കും. വലാ തർഫഅൻ അസാക അദബ, അടിക്കേണ്ടി വന്നെങ്കിൽ അടിച്ചിട്ട് അവനക്ക് അതവ് വരുത്തിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പിന്നെ എന്ത് വേണം, അതിൻ്റെ ശേഷം അവനെ ബൂഗരയ്ക്ക് 10 വയസ്സ് കഴിഞ്ഞ് പിന്നെ ഷറൈൻ്റെ നിയമപ്രകാരം 15 വയസ്സാകുമ്പോൾ ആണും പെണ്ണും വാരികളാണ്, ബുലൂഗാണ്. ബുലൂഗിൻ്റെ ശേഷമാണ് ഈ അഹ്കാമുകളെല്ലാം ബന്ധിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് അത് ചെയ്തായിരിക്കുന്ന അമലുകൾ എന്താണ് ഒരു കൂട്ടം ഇമാമികൾ പറയുന്നു. അതിൻ്റെ ഓനിക്ക് അള്ളാഹിൻ്റെ ഫദ്ൽ കൊണ്ടിട്ട് അവനക്ക് എന്താക്കുന്നു, ഓനിക്കും പ്രതിഫലം കൊടുക്കുന്നു. പിന്നെ ഒരു കൂട്ടർ പറയുന്നു ഓൻ്റെ ചെയ്യുന്ന പ്രതിഫലമെല്ലാം ഓനിക്ക് കൽപ്പിച്ചതായിരിക്കുന്ന ഓൻ്റെ രക്ഷിതാക്കന്മാർ, ഓൻ്റെ മാതാപിതാക്കൾ, ഓൻ്റെ ഉസ്താദന്മാർ, അവർക്കെല്ലാം ഇതിൻ്റെ പ്രതിഫലം ഈ ഒരു കുട്ടി ചെയ്യുന്ന നൽകാര്യത്തിൻ്റെ എല്ലാ പ്രതിഫലവും അവർക്ക് കിട്ടുന്നതിന് അതിൻ്റെ കാരണക്കാരായതുകൊണ്ട്. അങ്ങനെ കുട്ടിൻ്റെ അമലെല്ലാം അവരെ സഹായിക്കൽ മാതാപിതാക്കളുടെ ഏടുകളിലും ഉസ്താദന്മാരുടെ ഏടുകളിലും ഇതിന് എഴുതപ്പെടുന്നതാണ്, ഓരോതിൻ്റെ കാരണക്കാരായതിൻ്റെ പേര്. അങ്ങനെ ബുലൂഗായി കഴിഞ്ഞാലാണ് ഷറൈൻ്റെ എല്ലാ അഹ്കാമുകളും പരിപൂർണമായിട്ട് ബന്ധിക്കുന്നത്. അപ്പോൾ അവിടെ വയസ്സ് കൊണ്ടിട്ട് കണക്കാക്കുന്നെങ്കിൽ ആണാട്ട് പെണ്ണാട്ട് അത് 15 വയസ്സ് ഇസ്തിക്മാരും 15 15 കൊല്ലം പൂർത്തിയാകുമ്പോൾ ബുലൂഗായി. അത് പിന്നെ വയസ്സിൻ്റെ കണക്കുകൊണ്ട് നമുക്ക് കണക്കൂട്ടുന്നെങ്കിൽ ഇനതല്ല, അതിന് മുമ്പ് തന്നെ ബുലൂഗാവേണ്ടതായിരിക്കുന്ന ഒരു കാരണമാണ് മനിയിൻസാലാവുക എന്നുള്ളത് ആണുങ്ങൾക്ക്. അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്കാണെങ്കിലും അത് 9 വയസ്സ് പൂർത്തിയായപ്പോൾ എന്തായി മനിയിൻസാലാവാനുള്ളതായിരിക്കുന്ന പെണ്ണാണെങ്കിലോ അവൾക്ക് ഹൈലുണ്ടാവാം, അത് 9 വയസ്സ് ആകുമ്പോൾ അത് എന്താണ് ഹൈല് കൊണ്ട് പിന്നെ മനിയിൻസാലാകാണ്. പിന്നെ ഇത് ഹൈല് കൊണ്ട് ഉണ്ടെങ്കിൽ കണക്ക് അങ്ങനെയാണ് ഉണ്ടാകുക, പ്രായം പൂർത്തിയാകും. അത് പെണ്ണിന് ഹൈലേ ആയിട്ടില്ല 15 വർഷത്തോളം, അവൾക്ക് ഗുരുവായിട്ടില്ല, 15 വയസ്സാകുമ്പോൾ ഗുരുവായോ. ആണെങ്ങനെ അതിന് മുമ്പ് അതിന് പുറപ്പെട്ടിട്ടില്ല എങ്കിൽ അവന് 15 വയസ്സാകുമ്പോൾ എന്തായി, അവന് ഗുരുവായി നൽകണം. അതിപ്പോൾ ഇംഖാൻ്റെ വിഷയമാണ് പറയുന്നത്, ഇടമുള്ളത് അത് സാധ്യതയുണ്ട്. 9 വയസ്സ് പൂർത്തിയായെങ്കിൽ ആണെങ്കിൽ ഇതന്നെ 9 വയസ്സ് പൂർത്തിയായെങ്കിൽ ഒരു സാധ്യത ഉണ്ട്, ഇംഖാനുണ്ട്. ഇംഖാനുള്ളതെല്ലാം ഉണ്ടായിക്കോളുന്നിട്ടില്ല, ചുരുക്കം ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ എന്ത് വേണം, നമ്മൾക്ക് ഷറൈൻ്റെ അഹ്കാമുകൾ നമ്മളോട് ബന്ധിക്കുന്നത് നമ്മുടെ ബുലൂഗോട് ബന്ധിക്കൽ കൊണ്ടിട്ടാണ്. അക്കൊരു ബുലൂഗായതായിരിക്കുന്ന ആളോട് ബന്ധിക്കലുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തേതായിരിക്കുന്ന വെച്ചിട്ട് നമ്മൾ മുസ്ലിമീങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇസ്ലാമിലേക്ക് ഹയാത്ത് കിട്ടണമെങ്കിൽ നമ്മളുടേതായിരിക്കുന്ന തക്ലീഫ് കീർത്തന ഇസ്ലാമിനെ സംബന്ധിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇൽമിനെ പഠിക്കൽ ആദ്യമായിട്ട് നമ്മളുടെ ബാധ്യത, കടപ്പാട്. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. മുസ്ലിമായ എല്ലാ ആണിൻ്റെ മേലിലും എല്ലാ പെണ്ണിൻ്റെ മേലിലും ഇൽമിനെ പഠിക്കൽ അത് നിർബന്ധമാണ്, ഫരീളത്താണ്. വ്യത്യാസമില്ല, ആണ് പെണ്ണ് വ്യത്യാസമില്ല, പഠിക്കണം, എല്ലാവരും പഠിക്കുന്നുണ്ടാകും. പിന്നെ നാട്ടിൽ ഉണ്ടെങ്കിൽ നാട്ടിൽ പോയിട്ട് പഠിക്കണം. ഉത്തുലുബുല്ലിൽ മൗലൂബിസ്സീൻ എന്ന് വേറൊരു ഹദീസിൽ കാണാം. നിങ്ങളുടെ നാട്ടിൽ വിവരമില്ല, ആ ഇൽമുള്ളത് ചൈന നാട്ടിലാണ് എങ്കിൽ അവിടെ പോയിട്ടെങ്കിലും അത്ര ദൂരത്ത് പോയിട്ടും പഠിക്കാണ്ടിരിക്കാൻ നിർവാഹമില്ല, പഠിച്ചേ തീരൂ എന്നാണ് അള്ളാഹ് അവൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇൽമു പഠിക്കൽ എന്നുള്ളത് അത് നമ്മൾക്ക് ഒരു ആദ്യത്തേതായിരിക്കുന്ന കർത്തവ്യമാണ്. അള്ളാഹിനെ സംബന്ധിച്ചിട്ട് പിന്നെ മനസ്സിലാക്കാനും എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മനസ്സിലാക്കാനും മറ്റുള്ളതായിരിക്കുന്ന വിധികളെയും എല്ലാം ഹക്കാമുകളെ മനസ്സിലാക്കാൻ നിസ്കാരം, നോമ്പ് തുടങ്ങിയുള്ള ശറയ്യായ എല്ലാ കീർത്തനങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ആ ജാതി വിവരങ്ങൾക്ക് ഇൽമു വേണം. ഇൽമു എല്ലാത്തിനേക്കാളും പിന്നെ ആദ്യം വേണ്ടതാണ്. അതുകൊണ്ടിട്ട് പഠിക്കാതെ ഒരാൾ ജീവിച്ച് എങ്കിലും അവനക്ക് വിടുതിയില്ല, ജാഹിലിനക്ക് വിടുതിയില്ല. ഇവിടെ മഅദൂറായ ജാഹിലും മഅദൂറല്ലാത്ത 2 സൈസിൻ്റെ ജാഹിലുകളുണ്ട്.
ഇവരില്ലാത്ത കൂടുന്നില്ലെങ്കിൽ അവർക്ക് തീരെ ഉതിറില്ല. അള്ളാൻ്റെ ഭാഗത്തിൽ അവർക്ക് ഉതിറില്ല. എന്ത് പഠിക്കാൻ സൗകര്യം ഉണ്ടായിട്ട് പഠിക്കുന്ന ആര്യങ്ങളുണ്ടായിട്ട് അവൻ പഠിച്ചില്ല എങ്കിലും അവന് ആ പണിക്കാടിരുന്നെങ്കിൽ അവന് കുറ്റക്കാരനാണ്, വലിയ തെറ്റുകാരനാണ്, അവനക്ക് ഉതിറില്ലാത്തവനാണ്. പിന്നൊരു കൂട്ടുണ്ട് മഅദൂറായ ജാഹിൽ എന്ന് പറഞ്ഞിട്ട്, അതായത് ആലിമ്യങ്ങളെ തൊട്ട് ദൂരത്തായിട്ട് ദീനിയായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആളെ അവൻ്റെ കൂടെ ഇല്ല. ഒരു ബാധ്യത്തിലുള്ളതാണ്, അവന് വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷേ അവനക്ക് എന്തായിട്ടില്ല, പഠിക്കാനുള്ള ഇത് കിട്ടിയിട്ടില്ല, അവസരം കിട്ടിയിട്ടില്ല. എനിക്ക് പോകാനുള്ളതായിരിക്കുന്ന ആവാത്ത ഒരു അവസ്ഥയിൽ അവനായിട്ടുണ്ടെങ്കിൽ അവനക്ക് ഉതിറാണ്. ആവതായ കാലത്ത് അവൻ പഠിക്കണമെന്നാണ് അവനോട് കൽപ്പനയുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ആവത് ഇപ്പോൾ മഴദൂറായിരിക്കുന്ന ഉതിർ കൊടുക്കപ്പെടുന്ന ജാഹിൽ ഇന്നത്തെ കാലത്തില്ല. കാരണം എല്ലാ സ്ഥലത്തും എല്ലാ നാടുകളിലും ദീനിനെ സംബന്ധിച്ച് അറിയുന്ന ആലിമീങ്ങളും മുത്തയല്ലിമോടും ഇല്ലാത്തൊരു നാടില്ല. എല്ലാം ഇന്ന് ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് അറിവില്ലാണ്ടായി പോയി പഠിച്ചോനെ എന്ന് പറഞ്ഞിട്ട് അള്ളാൻ്റെ അടുക്കൽ ഉതിർ പറയാനുള്ളതായിരിക്കുന്ന ഒരു അവസരമില്ല. കാരണം അതിനുള്ള എല്ലാ വ്യവസ്ഥകളും പഠിക്കാണ്ട് പോൻ്റെ തെറ്റാണ്, പഠിക്കാണ്ടിരുന്നതും എൻ്റെ തെറ്റാണ്. അതുകൊണ്ടിട്ട് വലിയ കുറ്റക്കാരനായിട്ട് അറിയുന്നു. അതുകൊണ്ട് ആദ്യത്തായിരിക്കുന്ന ഹയാത്തിലേക്ക് ഇൽമിനെ പഠിക്കുക എന്നുള്ളതാണ്. ഇൽമ് എന്നുള്ളത് നമ്മുടെ ഹയാത്തിലേക്ക് ഉള്ളതായിരിക്കുന്ന ഇസ്ലാമിൻ്റെ ഹയാത്താണത്. അൽ-ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇൽമ് എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഹയാത്താണ്. ഏതുപോലെ ഇപ്പോൾ തടിൻ്റെ ഹയാത്ത് റൂഹായതുപോലെ ഇസ്ലാമിൻ്റെ ഹയാത്ത് അത് ഏത് ഇൽമാണ്. ഇൽമുണ്ടോ ഇസ്ലാമിലേക്ക് ഹയാത്തുണ്ട്, ഇൽമില്ലേ ഇസ്ലാമിലേക്ക് ഹയാത്തില്ല എന്നർത്ഥം. തടീൻ്റെ റൂഹുണ്ടോ അത് ഹയാത്തുണ്ട്, തടി റൂഹില്ലേ തടി ഹയാത്തില്ല എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ അപ്പോൾ എന്ത് വേണം? ഇൽമു ശറഈയായ ഇൽമു പഠിക്കണം. അത് എല്ലാത്തിനും അത് 3 ജാതി ഇൽമുകൾ. ഇൽമു ശറഈയ എന്ന് പറഞ്ഞാൽ 3 ജാതി ഇൽമുകൾക്കാണ് ഇൽമു ശറഈയ എന്ന് പറയുന്നത്. അത് ഏതാണ്? ഒന്ന് ഫിഖ്ഹിൻ്റെ ഇൽമു, അതായത് ശരീഅത്തിൻ്റെ നിയമാവലികൾ, ളാഹിറു ശരീഅത്തിൻ്റെ നിയമാവലികൾ, ഇൽമുൽ ഫിഖ് എന്ന് പറയും. പിന്നൊന്ന് ഈമാൻ സംബന്ധപ്പെട്ടതായിരിക്കുന്ന ഇൽമുൽ അഖീദ, അതായത് വിശ്വാസപരമായി ധരിക്കുന്ന കാര്യങ്ങളോട് ബന്ധിച്ചതായിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മൾ അതിനെ പഠിച്ചിരിക്കണം. പിന്നൊന്ന് കൽബിനെ ശുദ്ധിയാക്കുന്നതായിരിക്കുന്ന ഇൽമു, അത് അഖീദൻ്റെ ഇൽമു എന്ന് പറയും. അഖ്ലാഖും തമീമത്തെ തൊട്ട് ശുദ്ധിയാക്കുന്നത് അത് നമ്മൾക്ക് നിർബന്ധമാണ് പഠിക്കൽ. ഈ 3 ജാതി ഇൽമു പഠിക്കൽ പറഞ്ഞാൽ മറ്റുള്ള ഇൽമു ഒരാൾ ഇംഗ്ലീഷ് പഠിച്ചില്ല, അല്ലെങ്കിൽ ഉറുദു പഠിച്ചില്ല, വേറൊരു പഠിച്ചില്ലെങ്കിൽ അവന് ആഖിറത്തിൻ്റെ ഒറ്റ ആക്ഷേപമില്ല. നീ എന്താ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവനോട് ചോദ്യം ഉണ്ടാകരുത്. മഹാനായ സീനുദ്ദീനുൽ കബീറുൽ മഅബരി റളിയല്ലാഹു അൻഹു പറയുന്നു, വതഅല്ലമൻ ഇൽമൻ യുസഹ്ഹിഹു ത്വാഅതൻ വഅഖീദതൻ വമുസക്കിയൽ ഖൽബി സ്ഖുലാ ഹാദി സലാസതു ഫർളു ഐനിൻ ഫഅരിഫൻ വഅമൽ ബിഹാ തഅസ്സുൽ നജാത്തും വഅതിലാ. വതഅല്ലമൻ, ഈ മനുഷ്യ തീർച്ചയായിട്ടും നീ പഠിച്ചോ ഇൽമന്. എങ്ങനെയുള്ള ഇൽമാണ്? യുസ്സഹിഹു ത്വാഅതൻ, നിൻ്റെ ത്വാഅത്തിനെ, അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഭയപ്പെടുന്ന നിൻ്റെ ത്വാഅത്ത്, നിൻ്റെ ഭയപ്പാടിനെ അതൊക്കെയും സഹിയാക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ സഹിയാക്കുന്നത് പഠിക്കുമ്പോൾ അത് ബാത്തിലാകുന്ന കാര്യം ഏതാണെന്ന് ഇതിനൊപ്പം പഠിച്ചോളാം. അപ്പോൾ സഹിയാകുന്നതും ബാത്തിലാകുന്ന മുബത്തിലാത്ത സിഹത്തിനെ സംബന്ധിച്ചിട്ട് പഠിക്കുക എന്ന ഇൽമ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് താഴത്തുകളുണ്ട്, അള്ളാഹുവിലേക്ക് ഭയപ്പെടുന്ന താഴത്തുകൾ. അതാണല്ലോ ഈ ശുക്ർ എന്നെല്ലാം പറയുന്നത്. മനുഷ്യന് ഉണർന്ന മുതൽക്ക് രാത്രി ഉറങ്ങിയിട്ട് എണിച്ച മുതൽക്ക് പിന്നെ രാത്രി പിറ്റേന്ന് രാത്രി ഉറങ്ങുന്നത് വരെ ഉള്ളതായിരിക്കുന്ന സമയങ്ങൾ, ആ ഓരോരോ സമയത്തിൻ്റെ അകത്ത് ചെയ്യേണ്ടുന്ന താഴത്തുകൾ, ഇബാദാത്തുകൾ, അതിനെ സംബന്ധിച്ചിട്ടെല്ലാം വിവരം പോലെ ഇമാമിങ്ങൾക്കൊക്കെയും അതിന് വിവരിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ കിതാബുൽ അദ്കാർ എന്ന് പറഞ്ഞിട്ടൊരു കിതാബ് എഴുതിയിട്ടുണ്ട്. അത് ദിക്റുകളെ സംബന്ധിച്ചിട്ടാണ്. ദിക്ർ എന്ന് പറഞ്ഞെങ്കിൽ എല്ലാം പെട്ടായി, നിസ്കാരം, നോമ്പും സദക്കയും എല്ലാം അദ്കാറിൽ പെട്ടതാണ്. അപ്പോൾ അത് അവിടെ അതിൽ ആ കിതാബിൻ്റെ അകത്ത് മനുഷ്യൻ്റെ എല്ലാ സമയത്തും അതത് സമയത്തിനോട് മുനാസിബായ കാര്യങ്ങൾ ചെയ്യുന്ന വിഷയമെല്ലാം ആ കിതാബിൽ പതിവാച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിട്ടാണ് അദ്കയിൽ പറഞ്ഞത്. ബഹുമാനപ്പെട്ട സീനുദ്ദീനുൽ കബീറുൽ മഅബരി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? വകിതാബ അദ്കാർ അന്നവാവി താലിഅൻ
വഅമൽ ബിമാ ഫീഹി തനൽ ഖൈറൻ ജലാ. സഹോദര, നീ ഓത്, പഠിക്ക്. അത് അദ്കാർ നവാവി, നവീമാമിൻ്റെ അദ്കാർ എന്ന കിതാബിനെ പഠിക്ക്. വഅമൽ ബിമാ ഫീഹ, അതിൻ്റെ അകത്തുള്ളതായിരിക്കുന്ന ഒന്നുകൊണ്ട് നീ അമൽ ചെയ്ത് പഠിച്ചാൽ മാത്രമേ പോരാ. പഠിച്ചതുകൊണ്ട് അമൽ ചെയ്യണം. ഇല്ലെങ്കിൽ ലാറായത് ഇൽമു നാഫി ആണെങ്കിൽ എന്ത് വേണം? പഠിച്ചതനുസരിച്ചിട്ട് അമൽ ചെയ്യണം. വഅമൽ ബിഹ, എന്നാൽ തഹ്സുൽ നജാത്തുൻ, നിനക്ക് ദുനിയാവിലും ആഖിറത്തും നിനക്ക് രക്ഷ കിട്ടും, ആസിരാകും. വാഴ്ത്തിരാവും, ദുനിയാവിലും ആഖിറത്തിലും ഉയർന്നതായിരിക്കുന്ന പദവിയും സ്ഥാനവും നിനക്ക് കിട്ടും. അതുകൊണ്ടാണ് സഹോദരന്മാരെ, നമ്മൾക്ക് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും താഴത്തിനെ സംബന്ധിച്ചിട്ട് പഠിക്കൽ നമ്മുടെ മേൽ വാജിബാണ്, നിർബന്ധമാണ്. പഠിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അള്ളാഹ്ക്ക് ഭയപ്പെടാ, നിസ്കരിക്കുക, നോമ്പ് നോക്കുക, ഇതൊക്കെ കൊടുക്കുക എന്നുള്ള പഠിക്കാതെ ചെയ്തെങ്കിൽ അതിലേക്ക് യാതൊരു വാല്യൂയിലേക്കില്ല. പഠിക്കാതെ ചെയ്തെങ്കിൽ ജാഹിലിൻ്റെ പ്രവർത്തനത്തിലേക്ക് വാല്യൂ അത് പഠിച്ചിട്ട് ചെയ്യണം. അത് ഏതും ഫസാദാൻ്റെ ഏത് സഹിയാന്ന് അവനക്ക് അറിയില്ല. അത് ഫസാദിനെ ചിലപ്പോൾ സഹിയാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് പഠിച്ചില്ലെങ്കിൽ വലിയ അബദ്ധത്തിലേക്കാണ് അവന് പോകുന്നത്. അതുകൊണ്ട് പഠിച്ചിട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഇസ്സഹിഹു താഅത്തൻ വഅഖീദത്തൻ, അഖീദിനെ ഒന്ന് നീ എന്തായിക്കോ, തീർച്ചയായിട്ടും നീ പഠിച്ചോ. നിൻ്റെ വിശ്വാസപരമായി ധരിക്കുന്ന കാര്യത്തിന് സഹിയാക്കുന്നത് ഏതെല്ലാം, സഹിയാവാത്തത് ഏതെല്ലാം, ഫസാദ് വരുന്നത് ഏത്, ശിർക്കും കുഫറും വിദയത്തിനെ തൊട്ടാൻ പിന്നെ ശുദ്ധമായതായിരിക്കുന്ന വിശ്വാസം, അഖീദ, അങ്ങനത്തതായിരിക്കുന്ന കൽബിനെ ഉറപ്പിക്കുന്നതായിരിക്കുന്ന ഇൽമുകൾ, അതിനെ സംബന്ധിച്ചിട്ടും പഠിച്ചോളൂ. പിന്നെ മുസക്കിയൽ കൽബീൻ, കൽബിനെ വെടിപ്പാക്കുന്ന, ശുദ്ധീകരിക്കുന്നത്, കൽബിൻ്റെ ഹബായിസുകൾ, അഖ്ലാഖുൽ മദ്മൂമ എന്ന് പറയുമായിരിക്കും. മോശപ്പെട്ടതായിരിക്കുന്ന സ്വഭാവങ്ങൾ, കിബിർ, ഹസദ്, ഉജ്ബ്, ഗളബ്, ശഹ്വത്ത് തുടങ്ങിയുള്ള ചീത്തയായതായിരിക്കുന്ന മോശപ്പെട്ടതായിരിക്കുന്ന മനുഷ്യൻ്റെ ജിബില്ലത്തിൽ തന്നെ ഉണ്ടാകുന്ന കുറേ സംഗതിയുണ്ട്. അതിനെ ചിലതിനെ ഇല്ലാണ്ടാക്കണം. ഈ ബഖീൽത്തരം എന്ന് പോലത്തതെല്ലാം അത് കുറേ സംഗതികളുണ്ട്. മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ പടപ്പത്തരത്തിൽ കൂട്ടപ്പെടുന്നത്, അതിനെ തൊട്ട് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് കൽപ്പന. ആ ഭയപ്പെട്ടതായിട്ട് പടപ്പത്തരത്തിലുള്ള പോലെ തന്നെ അതിനനുസരിച്ച് പിന്നെ ജീവിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനാവാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വേണോ അതെല്ലാം അള്ളാഹ് പടക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നിട്ട് ചിലത് നമ്മൾ ഒഴിഞ്ഞു ദൂരത്താവേണ്ടതുണ്ട്, ചിലത് നമ്മൾക്ക് അതിനെ പിടിച്ചു നിൽക്കേണ്ടതുണ്ട്. നഫ്സിനെ അള്ളാഹ് പഠിച്ചിട്ടുണ്ട്. നഫ്സിൻ്റെ ഹവക്ക് ഭയപ്പെടാൻ പാടില്ല. അതിനെ തൊട്ട് നമ്മൾ ഉണ്ടാക്കണം, അതിനെ കാത്തു സൂക്ഷിക്കണം. ഇതുപോലെ കൽബിനെ ശുദ്ധിയാക്കുന്നതായിരിക്കുന്ന ഇൽമിനെ നീ പഠിച്ചോ. അപ്പോൾ 3 ജാതി ഇൽമു പഠിക്കൽ നിൻ്റെ മേൽ അത് ഫർളാണ്, നിർബന്ധമാണ്. അതാണ് മറ്റേ താഴത്തെ ബൈത്തിൽ പറയുന്നത്, ഹാദിസ്സലാത്തു ഫർളു ഐനിനും. ഇത് ആണ് പെണ്ണ് വ്യത്യാസമല്ല ഈ വിഷയത്തിൽ. ഇത് ഫർളു ഐനായ കാര്യമാണ്. ഫർളു ഐൻ ഫഅരിഫൻ, ഇതിനെ നല്ല പോലെ അറിഞ്ഞ് മനസ്സിലായിക്കോ. എന്നിട്ടോ അമൽ ബിഹ, ഇവളെ കൊണ്ടിട്ട് നീ അമൽ ചെയ്തു. എന്നാൽ തഹ്സുൽ നജാത്തുൻ, നിനക്ക് രക്ഷ ഹാസിലാക്കും ദുനിയാവിലും ആഖിറത്തിൻ്റെ. ആ നിരക്ക് നമ്മളെന്താക്കണം, നമ്മുടെ മേലിൽ ഉള്ളതായിരിക്കുന്ന ഒരു തക്ലീഫാണ്, ഒരു കീർത്തനയാണ് പഠിക്കുന്ന വിഷയം, പഠിക്കുക എന്നുള്ളത്. ശറയ്യായ ഇൽമു ശറയ്യ എന്ന് പറഞ്ഞാൽ അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം എന്നുള്ള പറഞ്ഞത് ഏതാണ്? അത് ഇൽമു ശറയ്യാണ്. ശറയ്യായതായിരിക്കുന്ന ഇൽമിനെ ഞങ്ങൾക്ക് പഠിക്കൽ ഞങ്ങളുടെ മേലിൽ നിർബന്ധമാണ്, ആണ്ടിൻ വീടിന് മേലിൽ നിർബന്ധമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയുള്ള വിഷയങ്ങൾ, ഇതിനോട് തുടർന്നിട്ടുള്ള വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് നാളത്തെ പാഠത്തിൽ സംസാരിക്കാമായിരുന്നു. കുറേ സംസാരം കുറച്ച് കൂടിപ്പോയി സംസാരിച്ച്. പിന്നെ കേൾക്കാൻ വേണ്ടിയിട്ട് കുറേ ചരിത്രങ്ങളതെല്ലാം ഇല്ലെങ്കിലും ഇതെല്ലാം ഇസ്ലാമിൻ്റെ ചില അഹ്കാമുകൾ, വിധിവിലക്കുകളാണ്. ഇതൊക്കെ നമ്മളെല്ലാം പഠിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതെല്ലാം സാധാരണക്കാരായ ആൾക്കാരും ഇതെല്ലാം കേട്ട് മനസ്സിലാക്കണം. ആലിമീങ്ങളൊക്കെ ഒന്ന് പഠിക്കണം. പിന്നെ അല്ലാത്തവർക്ക് ആലിമീങ്ങളായ കൂട്ടരായെങ്കിൽ അവർക്ക് പിന്നെ സ്വന്തം അവർ പഠിച്ചിട്ടുണ്ട്, പിന്നെ വിവരം കുറഞ്ഞതിന് പിന്നെ വഴിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് കിതാബുകളുണ്ട്. അതെല്ലാം നോക്കിയിട്ട് വേണ്ടി അവരെ പഠിക്കാൻ കഴിയും. ഇതിപ്പോൾ നമ്മുടെ സംസാരം തന്നെ സാധാരണക്കാരായതായിരിക്കുന്ന പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കുന്ന വിഷയങ്ങളാണ് ഈ സംസാരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം നമ്മളൊക്കെ നോക്കുന്ന അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മളൊക്കെ വന്നു പോയതായിരിക്കുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു വിട്ടു പുറത്ത് നമ്മൾക്ക് മാഫ് ചെയ്യട്ടെ. നമ്മൾക്കുള്ളതായിരിക്കുന്ന ഇൽമിനെ അള്ളാഹു നാഫിയാക്കി തരുമാറാകട്ടെ. നമ്മൾക്കും അന്യവർക്കും ഉപകാരമുള്ള ഇൽമാക്കി അള്ളാഹു തീർക്കുമാറാകട്ടെ. പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാനും അന്യവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ റബ്ബ്.